അവർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നന്നായിട്ട് ശ്രീലത ചേച്ചി പെർഫോം ചെയ്യുന്നുണ്ട്. പൊതുരംഗത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇന്നലെ ബഡ്ജറ്റിലൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചു. ഇന്ന് ബഡ്ജറ്റ് വോട്ടെടുപ്പ് ദിവസമായിരുന്നു. പിന്നെ കേരളം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് തന്നെ ഒരു കള്ളക്കേസ് അവരെ കുടുക്കിയത്. ഞങ്ങൾ പരിശോധിച്ചു. നിയമപരമായിട്ട് ഒരു സാധ്യത കാരണവശാലും നിലനിൽക്കുന്ന കേസല്ല. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കോ ബിജെപിയുടെ ഒരു നീക്കം? ഇത് നിങ്ങളുടെ മാധ്യമത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. ആ, അതെ. അല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ലീഡറെ ഞങ്ങൾ അത്രത്തോളം ഞങ്ങളുടെ പാർട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന, സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു ലീഡറല്ലേ? ഉം. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇപ്പൊ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് എന്തുകൊണ്ട് മോദി വിളിച്ചിരുന്ന ആ ഒരു ചടങ്ങിലേക്ക് പോയില്ല എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പേഴ്സണലി നേതൃത്വമായിട്ട് ഒരു പ്രശ്നമില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് VVR ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. ആ, അവർക്ക് വരാൻ പറ്റാത്ത കാര്യം അവർ പറഞ്ഞു. ആ. ഉം. അവർ മാത്രമല്ലല്ലോ വരാനിട്ടുള്ളൂ. 3 പേര് വന്നിട്ടില്ലല്ലോ. മറ്റ് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വന്നില്ലല്ലോ. അവർക്ക് 3 പേർക്കും അസൗകര്യം ഉണ്ടായിരുന്നു. 3 പേരും വന്നിട്ടില്ല. ഉം. അത്രേ ഉള്ളൂ. എൻഡിഎയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ 2020 എന്ന കക്ഷി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ മാരാർ ബിഗ് ബോസ് പോലത്തെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് വലിയ ജനസമ്മതിയും സോഷ്യൽ മീഡിയ ഫോളോയിങ് ഒക്കെയുള്ള ഒരാളാണ്. അദ്ദേഹം മത്സരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം BJPയുടെ കാൻഡിഡേറ്റ് ആവുന്നു. അത് BJPക്ക് ഏത് വിധത്തിൽ ഒരു ആഡ് ഓൺ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയുള്ള ചില വാർത്തകൾ ഞാൻ കണ്ടു. അല്ലാതെ അത്തരം ചർച്ചകൾ നടന്ന മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല. കാരണം കോർപ്പറേഷൻ്റെ മീറ്റിങ്ങുകളൊക്കെ ആയിരുന്നു. ബഡ്ജറ്റൊക്കെ ആയിരുന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ കണ്ടാൽ അപ്പുറം കാര്യങ്ങളൊന്നും പറയാനുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ ഇല്ല. അഖിൽ മാരാർ എന്നുള്ളൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പൊതുപ്രവർത്തകനെ ആ വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ നേരിട്ടങ്ങനെ കണ്ടിട്ടില്ല. മാധ്യമങ്ങളിലും ഒക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എങ്ങനെ വിലയിരുത്തുന്നത്? മാധ്യമങ്ങളിലൊക്കെ കണ്ട പരിചയമുണ്ട്. അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ്. അതിലപ്പുറം അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ VVR നയിക്കുന്ന തിരുവനന്തപുരം നഗരം എന്നൊക്കെയുള്ള രീതിയിൽ ഫ്ലെക്സുകളൊക്കെ കാണുന്നു. പെട്ടെന്ന് ഓർമ്മ വരുന്നത് MGR, NTR എന്നൊക്കെയുള്ള പേരുകളാണ്. ആദ്യമായിട്ട് ഒരു പൊതുജനം അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും വിജയിച്ചൊരു നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സ്വയം ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വണ്ടി ഓടിച്ച് തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ? അല്ല, അങ്ങനെയൊന്നും തോന്നാൻ ഞങ്ങളുടെ സംഘടനയിൽ സാധിക്കുകയില്ല. ആ. ഞങ്ങളുടെ സംഘടനയുടെ വളർന്നു വന്ന ഒരാളിനും അത്തരത്തിൽ തോന്നൽ ഉണ്ടാകാനും പാടില്ല. ഉം, ഉം, ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയിലൂടെ എന്ത് പ്രവർത്തനമാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊരു മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പ്രവർത്തനം നടത്തിയാൽ ഇപ്പോൾ ഒരു പടം വരച്ചു, ഉം, അത് മനോഹരമാണെന്ന് നമുക്ക് തോന്നുകയും മറ്റുള്ളവർ അത് നല്ലതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഉം, ഒരു ഭക്ഷണം പാചകം ചെയ്തിട്ട് ഒരാൾ കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയും, നമ്മൾ കഴിക്കുമ്പോൾ നന്നാണെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. ആ ഒരു സന്തോഷം ജനങ്ങൾ പറയുമ്പോഴേക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാകാറുണ്ട്. പാർട്ടിയുടെ തന്നെ ഒരു പരിപാടി നടത്തിയിട്ട് ആ പരിപാടി നമ്മൾ വിചാരിച്ചതുപോലെയോ അതിനേക്കാൾ അപ്പുറം വിജയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. ഉം. പിന്നെ ഇവിടെ സ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന മറ്റു പല മേഖലയിലും വർക്ക് ചെയ്യുന്നവർക്ക്, അവരുടെയൊക്കെ കണ്ണുകളിലെ തിളക്കം കാണുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം വരികയാണ്. അപ്പോൾ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ മേയർ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഇടതുപക്ഷ സംഘടനയിലെ യൂണിയനിൽ തിരഞ്ഞെടുത്ത എല്ലാ ആളുകൾക്കും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് 2 പോസ്റ്ററുകൾ താഴെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടായിരിക്കും എല്ലാ ദിവസവും മേയർ കയറി വരുന്നത്. ഇപ്പോൾ ഒരു ആദർശപരമായി വ്യത്യസ്ത ദിശയിൽ നിൽക്കുന്ന ഒരാളെ കൂടി സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സഹവർത്തിത്വം കൊണ്ട് ഉൾക്കൊള്ളാൻ VVRന് എത്രമാത്രം അതല്ലേ സാധിക്കുന്നുണ്ട്? ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഞാൻ എപ്പോഴും പറയാറുള്ളൂ, ഒരു പൂന്തോട്ടത്തിൽ ഒരു തരം പൂ മാത്രമുള്ളതാണോ സൗന്ദര്യം, പലതരത്തിലുള്ള പുഷ്പങ്ങൾ നിൽക്കുന്നതാണോ സൗന്ദര്യം? നമ്മൾ തന്നെ ഒരു കൂട്ടിൽ പക്ഷികളെ വാങ്ങിയിടും. ഇപ്പോൾ ലവ് ബേഡ്സൊക്കെ ഒരു നിറമുള്ള പക്ഷി മാത്രം നമ്മൾ വാങ്ങും, അല്ല, നമ്മൾ പലതരത്തിലുള്ള വാങ്ങും. അപ്പോൾ അതിൻ്റെ സൗന്ദര്യമുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോഴേക്കും ഭരണപക്ഷത്തെ പോലെയോ അതിനേക്കാൾ പ്രാധാന്യം പ്രതിപക്ഷത്തിനുണ്ട്. ഉം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശയപരമായി വിയോജിക്കുന്നവരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കണം. ഉം. ആശയം കൊണ്ട് മാത്രമല്ലേ വിയോജിപ്പുള്ളൂ. ഉം. ഉം. നമ്മൾ മനുഷ്യനാണ്, മനുഷ്യർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആർക്കും അങ്ങനെ വിയോജിക്കാൻ സാധിക്കില്ലല്ലോ. ഉം. ആശയപരമായി വിയോജിച്ചോട്ടെ, ആശയപരമായി നിങ്ങൾ യോജിക്കേണ്ട. മറ്റുള്ള യോജിക്കാൻ പറ്റുന്ന എന്തെല്ലാം മേഖലകളുണ്ട്, ഉം. അവിടേക്ക് യോജിക്കാം. പോസ്റ്റ് ഒട്ടിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, ഒരു പോസ്റ്റ് ഒട്ടിച്ചോട്ടെ. VVR ഇപ്പോൾ CPMനെയും ചേർത്ത് പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരൊക്കെ നമ്മളുമായിട്ട് ചേരാൻ തയ്യാറാവുമ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കും. ഇപ്പം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ഞാൻ ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിലും പറഞ്ഞല്ലോ, ഉം. ഈ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഉം. 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 ഇവിടുത്തെ ഭരണത്തിന് പുറകോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ശ്രമിക്കുന്നവരെയൊക്കെ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കും. ഉം. ഉം. അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തും.
തിരുത്താൻ ശ്രമിച്ച് തിരുത്തുന്നവരെ ഞങ്ങൾ കൂടെ നിർത്തും. തിരുത്താത്തവരെ ഞങ്ങൾ ഏത് രീതിയിലാണ് ഭരണപരമായി ഉള്ള മാർഗ്ഗങ്ങൾ അത് ഞങ്ങൾ നോക്കും. ഇപ്പൊ 2 വലിയ പ്രോമിസസ് നടത്തിയിട്ടുണ്ടല്ലോ. ഒന്ന് സ്ട്രേ ഡോഗ്സിന്റെ അതിനൊരു സിസ്റ്റം കൊണ്ടുവരിക. 2 വേസ്റ്റ് മാനേജ്മെന്റ്. 2 കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് വളരെ ടെഡിയസ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണെന്നുള്ളതാണ് ടെക്നിക്കലി പഠിച്ചവർക്ക് മനസ്സിലാവുക. ഇതിനെ എങ്ങനെയാ ഈ കോർപ്പറേഷൻ ഭരണസമിതി വ്യത്യസ്തമായിട്ട് സമീപിക്കാൻ അത് പോകുന്നത്? വലിയൊരു ടാസ്ക്കായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഞങ്ങളതിൽ ഒരു റിസ്കും ഇല്ല. ഉം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഉം, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് തരണം ചെയ്യണം. അത് തരണം ചെയ്യാനാണല്ലോ ജനങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഞങ്ങൾ വിശ്വാസം ഉള്ളതുകൊണ്ട് എന്തായാലും 50 തെരുവ് നായ്ക്കളെ ഉം, വളരെ ശാസ്ത്രീയമായിട്ട് എല്ലാ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ടും ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു എന്ന് സമൂഹം അംഗീകരിച്ചല്ലോ. ഉം. ഉം. അതൊരു പൈലറ്റ് പദ്ധതിയായിരുന്നു. പൈൽ ആ. പദ്ധതിയായിരുന്നു. പക്ഷെ ഇനി എൻ്റെ അറിവിൽ അതിനെ അടുത്ത ഘട്ടം അത് അതിനെ 1000. അതിനെ അടുത്ത 500 1000 ആക്കുക എന്നുള്ളതാണ്. ആ, ആ. അതിനുള്ള പരിശ്രമമാണ്. ഇപ്പോൾ 50 എണ്ണത്തിനെ ഷെൽട്ടറിലാക്കാൻ ഞങ്ങൾക്ക് 30 ദിവസം വേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു 28 ദിവസം വേണ്ടി വന്നു. ഉം. അപ്പോൾ 500 എണ്ണത്തിനെ ഷെൽട്ടറിലാക്കുവാൻ വേണ്ടി കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വേസ്റ്റ് മാനേജ്മെന്റിൽ എന്താ ചെയ്യാൻ പോകുന്നത്? നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികൾ ഏതൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, ഉം. അക്കാര്യങ്ങൾ കൊണ്ടുപോകും. ഇവിടെ മുൻ ഭരണസമിതികൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കുറച്ചൊക്കെ നമുക്ക് പിടിതുടരാൻ സാധിക്കും. അതും മുന്നോട്ട് കൊണ്ടുപോകും. എന്നിട്ട് മാറിയ കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഉം, ഇത് രണ്ടും ഉം, കൂടെ ഉം. ആകുമ്പോഴേക്കും പരിഹരിക്കപ്പെടും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം രാത്രി 11 മണിയാണ്. ഉം. പ്രോബബ്ലി അവസാനത്തെ ഒഫീഷ്യൽ മീറ്റിംഗ് ചിലപ്പോൾ ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇന്ന് തന്നെ ഇന്നത്തെ അവസാനത്തെ മീറ്റിംഗ്. അവസാനത്തെ മീറ്റിംഗ് കഴിയുന്നത് ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ സംസാരിച്ചപ്പോൾ 12 മണി വരെ നീടുമെന്ന് വിചാരിക്കുക. അപ്പോൾ 12 മണിക്കാണ് അവസാനത്തെ മീറ്റിംഗ് കഴിയുന്നത്. പിറ്റേ ദിവസം രാവിലെ തുടങ്ങുന്നത് 5 മണിക്കാണല്ലോ. ചിലപ്പോൾ ഒരു 6 മണിയാവും, ചിലപ്പോൾ 7 മണിയാവും, ചിലപ്പോൾ 5 മണിക്ക് തന്നെ ആൾക്കാർ ഈ പോകുന്ന ഇപ്പോൾ 6 മണിക്കുള്ള ട്രെയിനിൽ പോവേണ്ട ആളിന് 6 മണിക്ക് മുമ്പ് മേയറെ കാണണമെങ്കിൽ അവർ 5 മണിക്ക് വീട്ടിൽ നിന്ന് ബെല്ലടിക്കും. ഉം. ചിലപ്പോൾ 8 മണിക്കുള്ള ട്രെയിനിൽ പോയെങ്കിൽ അത് 7 മണിക്ക് ഒന്ന് ബെല്ലടിക്കും. നമ്മളൊരു ആരും വന്ന് വിളിച്ചില്ല, അതുകൊണ്ട് 6 മണിയാകുമ്പോൾ 5:30 6 മണിയാകുമ്പോൾ ഉറക്കം എഴുന്നേൽക്കും. ഒരു പേഴ്സണൽ ലൈഫ് വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അല്ല, പേഴ്സണൽ ലൈഫൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് പോകും. ഉം. ഉണ്ടാക്കി നടക്കുക. അല്ല പേഴ്സണൽ ലൈഫിന് വേണ്ടി 2 മണിക്കൂർ 3 മണിക്കൂർ മാറ്റി വയ്ക്കുക, ഒഫീഷ്യൽ ലൈഫ് അങ്ങനെയൊന്നുമില്ല. ഉം. ഇതൊക്കെ പേഴ്സണൽ ലൈഫാണ്. ചിലപ്പം രാത്രി ലേറ്റാ വേണമെങ്കിൽ വൈഫും മോനും ഒക്കെ ഇവിടെ വരും, കുറച്ച് നേരം ഇവിടെ കൂടെ ഉണ്ടാവും, പിന്നെ പോകുമ്പോൾ ഒരുമിച്ച് പോകും, അങ്ങനെയൊക്കെ പോകും. പത്മജയാണ് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നതൊക്കെ അഭ്യൂഹങ്ങൾ വരുന്നു തൃശ്ശൂരിൽ. അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്? എന്തോ നിങ്ങളെപ്പോലുള്ളവരങ്ങനെ പറഞ്ഞു വരുന്നതാണ്. എനിക്കല്ലാതെ ഇൻഫർമേഷനൊന്നും വേറൊരു ഇൻഫർമേഷനും ഇല്ല. ഇതിലൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുത്തിയിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചാൽ എന്ത് പറയാനായിട്ട്. ഒരു 60 ദിവസത്തിനടുത്ത് അത്രയും ദിവസങ്ങളിലെ ഒരു പ്രവൃത്തി, അതിന് അത്രയും ദിവസങ്ങൾ വർക്ക് ചെയ്ത ദിവസങ്ങൾ അതിനെങ്ങനെയാണ് വിലയിരുത്തുക സ്വയം? കഴിയുന്നിടത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. പരമാവധി ആത്മാർത്ഥമായിട്ട് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം എല്ലാം പൂർത്തിയായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചതിൻ്റെ അടുത്ത് എത്തിക്കാൻ സാധിച്ചിട്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ഇനി എത്താറുണ്ട്. പക്ഷേ ഞങ്ങൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.